മലപ്പുറം സ്വാതന്ത്ര്യസമരത്തിന്റെ തീക്ഷ്ണമായ ഓർമ്മകൾ ഉറങ്ങാത്ത മണ്ണ്. ബ്രിട്ടീഷുകാരുടെ തോക്കിനും വാക്കിനും കീഴടങ്ങാതെ പൊരുതി നിന്ന ദേശാഭിമാനികളുടെ നാട്. ഏറെ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഭൂപ്രദേശം. ജില്ലാ രൂപീകരണം മുതൽ ഭീകരതയുടെ വിളനിലമായി വ്യാഖ്യാനിക്കപ്പെട്ട ഇടം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഈ ജില്ല അപവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സ്നേഹത്തിന്റെ സംഗീതം പരത്തിയ സൂഫി വര്യന്മാരുടെ പാരമ്പര്യം ഈ നാട് ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. ഇവിടെ വിളയുന്നത് സ്നേഹവും സാഹോദര്യവും തന്നെയാണ്. പറഞ്ഞുപതിഞ്ഞ കഥകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളുടെ ഒരു വീഡിയോ യാത്രയാണിത്. തുഞ്ചത്തെഴുത്തച്ഛന്റെ തുഞ്ചൻ പറമ്പിനെ യഥാർത്ഥത്തിൽ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നത് അവിടെ നിലനിൽക്കുന്ന മതസൌഹാർദ്ദം തന്നെയാണ്. വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്നവർക്ക് സൌകര്യങ്ങളൊരുക്കാൻ മതവിദ്വേഷമില്ലാതെ സർവരും ഇവിടെ ഒരുമിക്കുന്നു. ഓരോ വർഷവും ഏകദേശം 6000-ഓളം കുട്ടികളാണ് ഇവിടെ നിന്നും അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്നത്. ഇവരെ സഹായിക്കാനായി ഓടി നടക്കുന്ന മുസ്ലിം സഹോദരങ്ങളും മുസ്ലിം സാഹിത്യകാരന്മാരും ഇവിടുത്തെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിലത്തെ സന്നദ്ധ പ്രവർത്തകരെല്ലാം മതങ്ങളിൽ പെടുന്നവരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ വളണ്ടിയറായിട്ടുമാര് ഹംസയും മജീദും പോലെയുള്ളവരാണ് ഇവിടെ ഓടി നടക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഞാൻ മതവിശ്വാസി തന്നെയാണ്, ഇസ്ലാം മതവിശ്വാസിയാണ്. അതിന്റെ ആചാരങ്ങളല്ല അനുഷ്ഠാനങ്ങളിലൊക്കെ താല്പര്യമുള്ള ആള് തന്നെയാണ്. ഹൈന്ദവ ആചാരം ആയിരിക്കാം, പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ആ നിലയ്ക്കല്ല. അക്ഷരം പഠിപ്പിക്കുന്നതിൽ നമ്മൾ കൂടി ഭാഗവാക്കാവുക എന്നുള്ള ഒരു രീതിയാണ്. ഈ അന്തരീക്ഷത്തിലെത്തുമ്പോഴുള്ള ഒരു സന്തോഷം, ഇവിടെ അക്ഷരം പഠിക്കാൻ വരുന്ന ആയിരക്കണക്കിന് കുട്ടികളുമായി സംവദിക്കുമ്പോഴുള്ള ആഹ്ലാദം. എന്റെ പേര് സാജിദ്. ഷമീർ കളത്തിങ്കൽ, റഹൂഫ്, ജസീർ റഹൂഫ്, ഞങ്ങൾ ഏകദേശം 65 മെമ്പർമാർ ഇതിന്റെ ഭാഗമായിട്ട് ജെസിയുടെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങൾ വിവിധ മതസ്ഥർ കൂടി ചേർന്നാണ് ഈ പാൽ വിതരണം ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. തുഞ്ചൻ പറമ്പിൽ നിന്ന് താനൂരിലെ ശോഭാപറമ്പിലെത്തുമ്പോൾ തലമുറകളായി തുടരുന്ന മതസൌഹാർദ്ദത്തിന്റെ പാരമ്പര്യം കാണാനാവും. ശോഭാപറമ്പ് ശ്രീകുറുമ്പാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന കാർമ്മികനെ സ്ഥാനം നൽകി നിയമിക്കുന്നത് മുസ്ലിം തറവാട്ടിലെ കാരണവരാണ്. തലമുറകളായി ഒരു മാറ്റവുമില്ലാതെ ഇത് തുടർന്നു വരുന്നു. ആവൻ വിളി കാര്യങ്ങൾ വെച്ചാൽ അതും നമ്മൾ ഒരു ബാപ്പുവാജി എന്നറിയുന്ന പഴയകത്ത് മുസ്ലിം തറവാട്ടിലെ ഒരു ബാപ്പുവാജിയാണ് അതിന്റെ ആവൻ വിളിയിൽ കാർമ്മികത്വം വഹിക്കുന്നത്. ഒരു തലമുറ ഇപ്പൊ ഒരു 5-6 വർഷം മുന്നേ ആവൻ വിളി നടന്ന് അത് പൂർവികമായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. 2008 അച്ഛന്റെ മരണശേഷം ആവേൻ സ്ഥാനം ഏറ്റെടുത്ത് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് ഞാനാണ്. തിരുവിച്ചിലും പാട്ട് എന്ന ചടങ്ങോട് കൂടിയിട്ടാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കാറ്. ആവേൻ സ്ഥാനം കിട്ടിയ ആൾക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിൽ വിളിച്ചപ്പെടാനുള്ള അധികാരമുള്ളൂ. എന്റെ അച്ഛനെ ആവേൻ സ്ഥാനം വിളിച്ചത് ബാപ്പുഹാജി എന്ന മുഹമ്മദ് കുട്ടി ഹാജിയുടെ
ബാപ്പയായിരുന്നു. എന്നെ ആവേസ്ഥാനം നൽകി പേര് വിളിച്ചത് ബാപ്പു ഹാജി എന്ന മുഹമ്മദ് കുട്ടി ഹാജിയാണ്. അവര് വളരെ സന്തോഷപൂർവ്വം ഒരു നാട്ടിന്റെ വലിയൊരു ഉത്സവമായിട്ട് തന്നെയാണ് അത് കൊണ്ടാടിയിട്ടുള്ളത്. എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള പേയ തറവാടാണ്. അന്ന് മേടിച്ചിട്ട് ഇന്നാണ് നമ്മൾ ഷോപ്പർമിനെ അധികാരങ്ങൾ കൊടുക്കുന്നത്. 54 കൊല്ലം മുപ്പട്ട് ബാപ്പ വിളിച്ചതാണ് പേര്. രാജീവിന്റെ അച്ഛനെ അവര് 3 ആളെ വിളിച്ചതാണ്. ഇപ്പൊ ഞാൻ 4 ആളാണ് വിളിച്ചിരിക്കുന്നത്. ശോഭാപറമ്പിൽ നിന്ന് മാമാങ്കത്തിന്റെ ഓർമ്മകൾ തുടിക്കുന്ന തിരുനാവായയിലെത്തുമ്പോൾ സാഹോദര്യത്തിന്റെ മറ്റൊരു കാഴ്ച കാണാം. ഇവിടത്തെ പാടങ്ങളിൽ വിരിയുന്ന താമരകളാണ് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്കായി എത്തുന്നത്. മുസ്ലിം കർഷകരാണ് കാലാകാലങ്ങളായി താമര കൃഷി ചെയ്ത് ക്ഷേത്രങ്ങളിലെത്തിക്കുന്നത്. പ്രദേശത്തെ ഒരു താമര കർഷകനാണ് ഞാൻ. കേരളത്തിലുള്ള ഒരുവിധമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ താമര എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ, കാടാമ്പോയ, ഹനുമാൻകാവ്, മറ്റുള്ള ഇവിടെയുള്ള ചെറിയ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മളെ ഭാഗത്തു നിന്നാണ് പൂവ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഉപ്പാന്റെയും മുമ്പേ ഈ കൃഷി തിരുനാവായ എടക്കുളത്ത് വലിയാർപ്പുകായലുണ്ട്. അവിടുന്ന് പല ഭാഗങ്ങളിലേക്കും ഈ വിത്ത് കൊണ്ടുപോയി വെച്ചുണ്ടാക്കി കൃഷി ചെയ്തിട്ട് എല്ലാവരും ഇപ്പോൾ ഒരുപാട് കർഷകർ ഇപ്പോൾ ഇതിന്മേൽ ജീവിച്ചു പോകുന്നുണ്ട്. തിരുനാവായ നാവുന്ത ക്ഷേത്രത്തിലെ താമര നെയ്വിളക്ക് പാൽപ്പായസമാണ് പ്രധാനപ്പെട്ട നിവേദ്യങ്ങൾ. അതില് താമര തിരുനാവായ നാവുന്ത ക്ഷേത്രത്തിന്റെ തന്നെ കായലുണ്ടായിരുന്നു ഇവിടെ പണ്ട്. അതിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോ മുസ്തഫ എന്ന് പറഞ്ഞുള്ള ഒരാളാണ് താമര ഇവിടെ കൊണ്ടുവരുന്നത്. എല്ലാ സ്ഥലത്തും വല്ലാതെ വില വാങ്ങുമ്പോൾ മുസ്തഫ അമ്പലത്തേക്കാവുമ്പോൾ ഒരു മാന്യമായ രീതിയിലാണ് തരാറ്. നമ്മൾ വേറൊരു കച്ചവടം ചെയ്യുന്നതിനേക്കാളും അമ്പലങ്ങളിലേക്ക് പൂവ് കൊടുക്കുന്നത് നല്ല കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് തോന്നൽ വരാൻ കാരണം അവര് സ്ഥാനമായിട്ട് ചെല്ലുമ്പോൾ അവര് നമ്മളോട് കാണിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിമെന്ന് കിട്ടണം. ഇവിടെ വിരിയുന്ന താമര അതിജീവനത്തിന്റെയും മതസൌഹാർദ്ദത്തിന്റെയും സുഗന്ധമാണ് പ്രസരിപ്പിക്കുന്നത്. ഈ സാഹോദര്യത്തിന്റെ മറ്റൊരുദാഹരണമാണ് വളാഞ്ചേരിക്കടുത്തുള്ള മൂന്നാക്കൽ ജുമാ മസ്ജിദിൽ കാണാനാവുക. വർണ്ണവൈവിധ്യങ്ങൾ തച്ചുടച്ച് ഒരു കുപ്പിയിലൊതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ വിശപ്പിന് മതവും ജാതിയുമില്ല എന്ന് മൂന്നാക്കൽ പള്ളിയിലെ അരി വാങ്ങാനെത്തുന്നവരിൽ നിന്ന് ബോധ്യമാകും. ഞങ്ങൾക്ക് ഈ മൂന്നാക്ക പള്ളിയിലത്തെ അരി കിട്ടിയ കാരണം നല്ല സഹായമാണ്. എല്ലാ ആഴ്ചയിലും കിട്ടലുണ്ട്. ഞങ്ങൾക്ക് വേറെ ഒരു പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും കിട്ടാത്ത സഹായം കിട്ടിയിട്ടുണ്ട്. അരിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഞങ്ങൾക്ക്. ഒരു 20 വർഷത്തോളമായി ഈ രീതിയിൽ നടന്നു വരുന്നു. ഇതിനു മുമ്പ് ഇവിടെ വിശ്വാസികൾ അരി കൊണ്ടുവരികയും അവർ തന്നെ വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ഇവിടെയുള്ള മഹല്ല് കമ്മിറ്റികൾ യോഗം ചെയ്ത ഒരു കൺസോളിഡേറ്റഡ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവിടെ കൺസോളിഡേറ്റഡ് സാധനം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായി. അപ്പോ എത്താത്ത രീതി വന്നപ്പോഴാണ് ഈ കാർഡ് സിസ്റ്റം ഉണ്ടാക്കിയത്. അത് വെച്ചിട്ട് ഇവിടെ മഹല്ലിൽ താമസക്കാരനാണോ എന്നുള്ളൊരു പരിഗണന മാത്രമേ അതിലുള്ളൂ. മുസ്ലിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. ഇവിടെ സമ്പാദന തരുന്നതിൽ 50% അവർ വരുന്നുണ്ട്. അരി വാങ്ങുന്നതിൽ അവർക്ക് കാർഡ് 30-30% കാർഡ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിലും ഏതാണ്ട് 16 കിലോ അരി ഈ പ്രദേശത്തുള്ളവർക്കും 8 മുതൽ 12 വരെ കിലോ അരി പുറമേ നിന്നുള്ള ആളുകൾക്ക് നൽകാറുണ്ട് എന്നുള്ളത്. ഇതിൽ യാതൊരു തരത്തിലുള്ള ജാതി മത വിവേചനമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവേചനമോ ഇവിടെ നിലനിൽക്കുന്നില്ല. മൂന്നാക്കലിൽ നിന്നിറങ്ങി ആയുർവേദ നഗരമായ കോട്ടക്കലിലെത്തുമ്പോൾ
പാലപ്പുറ ജുമാ മസ്ജിദിലെ മതസൗഹാർദ്ദം കൊണ്ടു പണിത മിമ്പറയിൽ നിന്ന് ഖത്തീബ് ഖുത്ബ ചൊല്ലുന്നത് കേൾക്കാം. اللهم اختم لنا بالخير والسعادة صلى الله وسلم على محمد وعلى آله وصحبه وآله وسلم. أيها الناس أوصيكم عباد الله وإياي بتقوى الله فإنها عروة ما لها انتصار وذروة لا കോട്ടക്കൽ പാലപ്പുറ ജുമാഅത്ത് പള്ളി. ഈ പള്ളിയിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപകനായ PS വാര്യർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ആളുകൾ ഒരു മിമ്പറിന്റെ കുറവിനെ പറ്റി പറഞ്ഞു. അത് എവിടെ പോയാൽ അത് ഉണ്ടാക്കാൻ കഴിയും എന്ന് ആലോചിച്ച് പൊന്നാനിയിൽ ചെന്ന്, ഇവിടുത്തെ ആളുകളും വാരണം പൊന്നാനിയിൽ ചെന്ന് അവിടുത്തെ മിമ്പറ കണ്ട് അതേ രീതിയിൽ ഒരു മിമ്പറ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. വൈദ്യശാലയുടെ സ്ഥാപകനായ വൈദ്യരത്നം PS വാര്യർ എന്റെ അമ്മാവനാണ്. അദ്ദേഹം ആദ്യം മുതൽക്ക് തന്നെ മതസൗഹാർദ്ദം കൊണ്ടു നടന്നിരുന്ന ആളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുണ്ട അദ്ദേഹത്തെ സഹായിച്ചിരുന്നവർ മുഴുവനും ഇവിടെയുള്ള മുസ്ലിം പോപ്പുലേഷനായിരുന്നു. മീമ്പർ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കാനുള്ള അവരുടെ പീഠം ഉണ്ടാക്കി കൊടുത്തത് പൊന്നാനിയൊറ്റ പോയിട്ട് ഇത് കണ്ട് പഠിച്ചിട്ട് അത് വാങ്ങിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് അത് കേട്ടിട്ടുള്ളത്. പാലപ്പുറ മസ്ജിദിൽ നിന്ന് തിരൂരിലെ വെട്ടത്ത് രാജാവിന്റെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന യാഹൂം തങ്ങളുടെ മക്ബറയിലെത്തിയാൽ സ്നേഹത്തിന്റെ നിലവിളക്ക് പ്രകാശിക്കുന്നത് കാണാം. യാഹൂം തങ്ങളെന്ന സൂഫി വര്യൻ സ്നേഹം കൊണ്ടു തീർത്ത ചരിത്രം ഇന്നും മങ്ങാതെ നിൽക്കുന്നു. നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വലിയ കൊടിയേറ്റം തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുക. ബഹുമാനപ്പെട്ട തിരൂർ ഡിവൈഎസ്പി അവറുകളാണ് അതിന്റെ കൊടി കൈമാറ്റം നടത്തൽ. മുസ്ലിം ആചാരപ്രകാരം നടക്കുന്ന ആണ്ട് നേർച്ചയും മതമൈത്രിയുടെ പ്രതീകമായി നടക്കുന്ന വലിയ നേർച്ചയും ഇതിന്റെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ചെറിയ കൊടികയറ്റത്തിനും അന്ന് തന്നെ രാവിലെ പുല്ലുണ്ണി നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴവും വെളിച്ചെണ്ണവും അത് കഴിഞ്ഞ് വൈകുന്നേരം ഹൈന്ദവ തറവാട്ടിൽ നിന്ന് അമ്പാട്ട് തറവാട്ടിൽ നിന്ന് ഫാമിലിപ്പെട്ട ആളുകളാണ് ഇവിടെ കൊടികയറ്റുന്നത്. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് യാവുന്നങ്ങൾ പാപ്പാന്റെ ഇതിനു വേണ്ടിയിട്ട് കൊടികയറ്റുന്നത് എന്റെ തറവാടായ അമ്പാട്ട് തറവാട്ടുകാരാണ്. എന്റെ അച്ഛന്റെ അച്ഛൻ കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം എന്റെ അച്ഛനായിരുന്നു. ഇപ്പൊ എന്റെ അനിയന്മാരും ഞാനും എല്ലാവരും കൂടിയാണ് കയറ്റുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംതൃപ്തിയുള്ള കാര്യമാണ്. വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്തു പോയിരുന്ന ഒരു കാര്യമാണ്. ഇനി കാട്ടിലങ്ങാടി ബാലഗോകുലത്തിലേക്ക്. പതിറ്റാണ്ടുകളായി ശ്രീകൃഷ്ണ ജയന്തി നാളിലെ ശോഭായാത്രയ്ക്ക് പ്രാർത്ഥന പോലെ പ്ലോട്ടുകൾ ഒരുക്കുന്ന ചിത്രകാരൻ ഇക്ബാൽ മതവൈരത്തിന് മറുകുറിയാവുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ശ്രീ ഇക്ബാൽ അറിവും കഴിവും കൈമുതലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ദൃശ്യങ്ങളായിട്ടുള്ള ഈ പ്ലോട്ടുകൾക്ക് ദൃശ്യ ആവിഷ്കാരം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 15 വർഷമായി കാട്ടിലങ്ങാടിയിൽ ഈ ശോഭയാത്രയോടനുബന്ധിച്ചുള്ള ഈ പ്ലോട്ടുകൾക്ക് നേതൃത്വം നൽകുന്നതും
അദ്ദേഹമാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ റമദാൻ ദിനത്തിൽ ആത്മസംസ്കരണത്തിന്റെ നാളുകൾ കടന്നു വന്നപ്പോഴും അദ്ദേഹം ഘോഷയാത്രയ്ക്ക് അവതരിപ്പിക്കേണ്ട ഈ പ്ലോട്ടിന്റെ കാര്യം മറന്നില്ല എന്നുള്ളതാണ് നമ്മളെയെല്ലാം സന്തോഷഭരിതരാക്കുന്ന ഒരു സംഭവം. ശ്രീകൃഷ്ണ ജയന്തി ഇതിനോട് ബന്ധപ്പെട്ട ജോലികൾ ഒരു 10-16 വയസ്സ് മുതൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഹിന്ദു മിത്തോളജിയോട് ഒരുപാട് താല്പര്യം ഉണ്ടായതുകൊണ്ട് ഇപ്പോ ഏകദേശം 29ാമത്തെ വർഷമാണ് ഞാനിപ്പോ ഈ ശ്രീകൃഷ്ണ ജയന്തി ഈ പ്ലോട്ടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ ഏകദേശം ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളും ആവിഷ്കരിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ചില വർഷങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരും. എന്തായാലും ഇത് വളരെ മാനസിക സംതൃപ്തി നൽകുന്ന ഒരു വർക്ക് എന്നതിലുപരി ആത്മീയമായിട്ടുള്ള ഒരു സുഖം കൂടി ഇതിന് കിട്ടുന്നുണ്ട്. ശോഭയാത്രയുടെ കമ്മിറ്റി എന്താണോ നൽകുന്നത് അത് വലിയ പാരിതോഷികമായി അദ്ദേഹം കാണുകയും ഈ ശോഭയാത്രയ്ക്ക്, പ്രത്യേകിച്ച് താനൂരിന്റെ ശോഭയാത്രയ്ക്ക് നിറം പകിട്ടാർന്നിട്ടുള്ള വലിയ ദൌത്യമാണ് ശ്രീ ഇക്ബാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണാവതാരങ്ങളുടെ ഇക്ബാൽ രചനകളിൽ നിന്ന് മൂന്നിയൂർ കളിയാട്ടക്കാവ് ഭഗവതി ക്ഷേത്രമുറ്റത്തെത്തിയാൽ പൊയ്ക്കുതിരകളും വാദ്യങ്ങളുമായെത്തുന്ന ഭക്തരെ കാണാം. മമ്പുറം തങ്ങളുടെ മക്ബറ സന്ദർശിച്ച് പാട്ടുപാടി അർച്ചന നടത്തിയതിനു ശേഷമാണ് ഇവർ കളിയാട്ടത്തിനെത്തുന്നത്. കളിയാട്ടക്കാവിലേക്ക് പൊയ്ക്കുതിരമായി വരുന്ന വിശ്വാസികൾ ആദ്യമായെത്തുന്നത് മമ്പുറത്താണ്. മമ്പുറത്തെ പള്ളിയിൽ ചെന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന് അവർ പാട്ടുപാടി പള്ളിയിൽ കാണിക്ക വെച്ച് അനുഗ്രഹം വാങ്ങി മമ്പുറത്തെ തങ്ങളുടെ പിന്തുണയോടെയുള്ള പിൻബലത്തെ ഓർമ്മിപ്പിച്ച് ഒരു ചരിത്രത്തിനും സൌഹാർദ്ദത്തിനും ബലം നൽകിക്കൊണ്ടാണ് അവർ കളിയാട്ടക്കാവിലേക്ക് പുറപ്പെടുന്നത്. തങ്ങളവർകൾ ജാതിമതഭേദമന്യേ സകല ജനവിഭാഗങ്ങളോടും നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ വിഭാഗമായ ഹൈന്ദവ സഹോദരങ്ങളോടുമൊക്കെ വളരെ വശ്യമായ സമീപന രീതികളാണ് അനുവർത്തിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടും പിന്നിട്ടിട്ടും ഹൈന്ദവ സഹോദരങ്ങൾ ഇന്നും മമ്പുറം മക്കാം സന്ദർശിക്കുന്നതും കളിയാട്ടത്തിന്റെ ആമുഖമെന്ന നിലക്ക് അങ്ങോട്ടുള്ള സഞ്ചാരത്തിന്റെ മുന്നോടിയായി മമ്പുറം മക്കാമിൽ തങ്ങളുടെ ആത്മീയ സാന്നിധ്യത്തിൽ അവർ വന്ന് അനുഗ്രഹം വാങ്ങിപ്പോകുന്നത്. മലബാറിലെ മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകകളിലൊന്നാണ് ഈ കാണുന്ന കളിയാട്ടക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം, അത് ശരിക്കു പറഞ്ഞാൽ ആ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത ഓംകാരവും തക്ബീർ ധ്വനിയും അതുപോലെ തന്നെ കുരിശടിയും ഒരുപോലെ സംഗമിക്കുന്നതെന്നാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകതകളിലൊന്ന്. പുരാതന കാലം മുതൽക്കുള്ള മതമൈത്രിന്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ശബരിമലയിലൊക്കെ പള്ളിയിൽ ദർശിച്ചിട്ടാണല്ലോ ശബരിമലയ്ക്ക് ആൾക്കാർ പോകുന്നത്. അതേപോലെയുള്ള ഒരു സംവിധാനം ഒരുപക്ഷെ മുൻകാലങ്ങളിൽ അവിടെ ഉണ്ടായിരിക്കാം. കളിയാട്ടക്കാവിലെ പൊയ്ക്കുതിരയാട്ടം കണ്ട് പെരിന്തൽമണ്ണ ടൌൺ ജുമാ മസ്ജിദിൽ നോമ്പുതുറക്കെത്തിയാൽ സമയം അറിയിച്ചുകൊണ്ട് പരിയാണി എന്ന ഹൈന്ദവ സുഹൃത്തിന്റെ കതിനവെടിയൊച്ച കേൾക്കാം. കാലങ്ങളായി ഒരു സാധന പോലെ കതിനവെടി പൊട്ടിച്ച് നോമ്പുതുറ സമയം അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് പരിയാണി.
60 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കദീനാവെടി ആരംഭിച്ചിരുന്നു. അതിന് മുമ്പ് ചെണ്ട മുട്ടിയിട്ടാണ് നോമ്പ് ഉണ്ടായത്. അതിന്റെ പഴയ അറിവിന് മുമ്പൾക്കും പഴയ കാലത്ത് അങ്ങാടിപ്പുറം അമ്പലത്തിൽ നിന്ന് ഒരു കദീന കുറ്റി തന്നിട്ടായിരുന്നു മുമ്പ് പൊട്ടിച്ചിരുന്നത്. 10 വർഷത്തോളം ഈ പരിയാണി എന്ന ഒരാളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പരിയാണി ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിൽ ഏകദേശം 40 വർഷമായി തുടർന്നു പോകുന്നുണ്ട്. ഈ വാങ്ങിന്റെ നോൽമ്പിന്റെ കാര്യത്തില് കൃത്യസമയത്ത് ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പറഞ്ഞു. വർഗീയതയുടെ ക്യാൻസർ മനുഷ്യചിന്തയിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് മനുഷ്യസ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ഇത്തരത്തിലുള്ള അടയാളങ്ങളാണ് മലപ്പുറത്ത് സമാധാനപരമായ മനുഷ്യജീവിതം സാധ്യമാക്കുന്നത്. ഇതാണ് മണ്ണിന്റെ ഗന്ധമുള്ള സഹിഷ്ണുതയും.